വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിൻഷാസ് വേൾഡ്. നമ്മൾ ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇത് പഴയ കാലത്തെ മിഠായിയാണ്. എൻ്റെ ഉപ്പയൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്കൊക്കെ ഈ ഒരു മിഠായി കിട്ടലുണ്ട്. പേര് തേൻ മിഠായി. ഇത് ചില സ്ഥലങ്ങളിൽ തേൻ നിലാവ്, തേൻ അങ്ങനെ എന്താണ് വിളിക്കല്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു സ്പെഷ്യൽ വിഭവമാണ്. അപ്പോൾ ഇത് നമ്മളൊക്കെ സ്കൂൾക്ക് പോകുമ്പോൾ ഇങ്ങനെ തിന്നാറൊന്നും ഇല്ലല്ലേ. നമ്മളിങ്ങനെ നമുക്ക് പറ്റല് ലേസ്, ബർഗർ, പെപ്സി, 7. അപ്പോൾ ഇന്ന് നമ്മൾ അത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ റെഡി. ഫ്രണ്ട്സ്, ഫസ്റ്റ് ഞാനിവിടെ ഇഡലി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. 1 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഇഡലി റൈസ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. പിന്നെ ഇത് പച്ചരി അല്ല, പച്ചരിയും ഉപയോഗിക്കാം, പക്ഷെ ഇഡലി റൈസ് ആണ് നല്ലത്. അപ്പോൾ ഇനി നമ്മുടെ ഇഡലി റൈസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഇഡലി റൈസിലേക്ക് ഉഴുന്ന് ആഡ് ചെയ്യാം. ഇനി നമ്മളിത് 3 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ അളവൊക്കെ കൃത്യമായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ഇഡലി റൈസ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഉഴുന്നും കൂടി എടുക്കണം കേട്ടോ. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ഇഡ്ഡലി റൈസും ഉഴുന്നും ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മുടെ തേനാ മിഠായിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇത് തരി പോലെ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ റെഡ് ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫുഡ് കളർ കുറച്ച് ആഡ് ചെയ്താൽ മതി. എന്തിനാ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊരു ചൊർക്ക് കിട്ടാനാണ്. അപ്പോൾ ഇത് അത്ര നല്ലതല്ല, അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് അത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. 4 പിഞ്ച്. ഇത് ബേക്കിംഗ് പൗഡർ ആട്ടോ, ബേക്കിംഗ് സോഡ അല്ല. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ തേൻ മിഠായിക്കുള്ള തേൻ തയ്യാറാക്കാം. ശരിക്കും ഇതിൽ തേനൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ തേൻ മിഠായിക്കുള്ള ഷുഗർ സിറപ്പാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര, 2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം. കപ്പ് പഞ്ചസാരയിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കേണ്ടത്. പിന്നെ കൂടുതൽ നേരം വെച്ചാൽ പഞ്ചസാര സിറപ്പ് കട്ടിയായി പോവേ. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ തേൻ നിലാവ് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ പാത്രത്തിന്റെ സൈഡിലാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ തേൻ നിലാവിന്റെ ഷേപ്പ് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇത് തന്നെ ചിലത് രൂപം മാറുന്നുണ്ട്.
നമ്മുടെ റോസോട്ടന്മാർ ഇവിടെ റെഡിയാണ്. ഇനി നമ്മുടെ പഞ്ചസാര പാനിയിലിട്ട് ഇവരെ ഒന്ന് കൊളിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് 15 മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ. നമ്മുടെ പഞ്ചസാര സിറപ്പ് നമ്മുടെ തേൻ മിഠായിലൊക്കെ നന്നായിട്ട് എത്തണം. പിന്നെ ഉണ്ടല്ലോ, ചിലതിന് കുറെ വാലും മൂക്കും വായൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചിലതിന് കണ്ണും മൂക്കും വായൊക്കെ ഉണ്ടായിരിക്കാം. ഇതെന്റെ കലാവിരുദ്ധകളാട്ടോ. അല്ല, കണ്ണും മൂക്കും സുന്ദര കുട്ടപ്പന്മാര്. നമ്മൾ വല്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് വെച്ചിട്ട് പോവാട്ടോ. അങ്ങനെ നമ്മുടെ തേൻ നിലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കുറെ പേരുകളുണ്ട്. തേൻ നിലാവ്, തേനാറ്, തേനുണ്ട, അങ്ങനെ കുറെ പേരുണ്ട്. തേൻ മിഠായി, അങ്ങനെ കുറെ പേരുകളുണ്ട്. അപ്പൊ ഇത് വളരെ ടേസ്റ്റിയാണ്. നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടാവും. അപ്പൊ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. വീണ്ടും കാണുന്നത് വരെ ബൈ.